നമ്മൾ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്നുള്ള ഷോർട്ട് സ്റ്റോറിയാണ് നോക്കുന്നത്. യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രയംസിലാണ് ഈ പാഠം അടങ്ങിയിട്ടുള്ളത്. ലെറ്റ് us log in. There is no sun without shadow. It is essential to know the night. Albert Camus. The quote highlights the inherent duality of life, where light and darkness coexist. This duality is reflected in various aspects of life, such as joy and sorrow, happiness and sadness, and good and evil. We will appreciate light only if we know the severity and pain of darkness. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സൂര്യൻ്റെ പ്രകാശം അത് നമ്മൾ അറിഞ്ഞിടത്തോളം നമുക്കതിൻ്റെ പ്രാധാന്യം അറിയാം. ഇരുട്ടിൽ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ബുദ്ധിമുട്ട്, എത്ര പെയിനും ബുദ്ധിമുട്ടും സിവിയറിറ്റിയാണ് നമ്മൾ അതിൽ ഫേസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും സന്തോഷമാണ് നമുക്ക് സൂര്യൻ്റെ പ്രകാശം കിട്ടുന്നത്. അതായത് സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. വാട്ട് ഡു യു തിങ്ക് സൺ ആൻഡ് ഷാഡോ മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ്? In this context, sunlight symbolizes kindness and empathy, whereas shadow, darkness means isolation and brutality. Sunlightനെ സൂചിപ്പിക്കുന്നത് കൈൻഡ്നെസ്സിനെയാണ്. അതായത് വിനയത്തിനെ, കൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയത്തിനെയും പിന്നെന്താണ്, എമ്പതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടൽ, ഐസൊലേഷനും ബ്രൂട്ടാലിറ്റി, ക്രൂരതയെയും സൂചിപ്പിക്കുന്നതാണ് ഈ ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ നൈറ്റ് റെപ്രസെൻറ്റ്? രാത്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? നൈറ്റ് റെപ്രസെൻറ്റ്സ് ആബ്സെൻസ് ഓഫ് വെർച്യൂസ് ലൈക്ക് കൈൻഡ്നെസ് ആൻഡ് എമ്പതി. നൈറ്റ് എന്ന് സൂചിപ്പിക്കുന്നത് കൈൻഡ്നെസ്സിനെയും, അതായത് ഈ കൈൻഡ്നെസ്സും എമ്പതിയും ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വെൻ വി ഐസൊലേറ്റ് ആൻഡ് നെഗ്ലെക്ട് ദ വീക്ക് ആൻഡ് ദ വൾണറബിൾ ഇൻ അവർ സൊസൈറ്റി, ഡാർക്ക്നെസ് സ്പ്രെഡ്സ് ഓൾ അറൗണ്ട്. നമ്മൾ ദുർബലരായ മനുഷ്യരെ, സൊസൈറ്റിയിൽ സമൂഹത്തിലുള്ള ദുർബലരായ മനുഷ്യരെ അവഗണിക്കുമ്പോൾ നമുക്ക് എന്ത് വന്നു ചേരുന്നു? ഡാർക്ക്നെസ്. ആ മൊത്തം ലോകത്തിൽ തന്നെ എന്ത് വന്നു ചേരുന്നു? ഇരുട്ട് വ്യാപിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ബട്ട് ആൻ ആക്ഷൻ ഓഫ് കമ്പാഷൻ ക്യാൻ സ്പ്രെഡ് ലൈറ്റ് ആൻഡ് ഹോപ്പ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്. നമ്മൾ മറ്റുള്ളവരോട് കുറച്ച് സഹാനുഭൂതി ഒക്കെ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോകം മൊത്തം എന്ത് സ്ഥാപിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വ്യാപിപ്പിക്കാം, വെളിച്ചം വ്യാപിപ്പിക്കാം എന്നാണ് ഇതിൽ പറയുന്നത്. ഹൗ ആർ ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് റിലേറ്റഡ് ടു ഈച്ച് അതർ? എങ്ങനെയാണ് നല്ല സമയവും ചീത്ത സമയവും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഗുഡ് ടൈംസ് ആൻഡ് ബാഡ് ടൈംസ് ഇൻ ലൈഫ് ക്രിയേറ്റ്സ് ബാലൻസ് ആൻഡ് ഹാർമണി. This balance helps us to appreciate the good times and learn from the bad times. Let us keep in mind that for every uphill there is a downhill. ജീവിതം എന്ന് പറയുന്നത് ഒരു ഉയർച്ചയും താഴ്ചയും നിറഞ്ഞ ഒരു സമതലം മാതിരിയാണ്. ഓക്കെ, ഒരു കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കുന്ന് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു താഴ്ചയും ഉണ്ടാവും. അതായത് ഒരു ദുഃഖമുണ്ടെങ്കിൽ എപ്പോഴും ഒരു സങ്കടത്തിനെയും നമുക്ക് പ്രതീക്ഷിക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. ഗാർഷ്യ മാർക്വിസ് 1927 to 2014 was a Gabriel Garcia Marquez 1927 to 2014 was a Colombian novelist and one of the greatest writers of the 20th century. He was awarded the Nobel Prize for Literature in 1982. His notable works are Love in the Time of Cholera, No One Writes to the Colonial, and 100 Years of Solitude. He is one of the best-known Latin American writers of our time. Old Man with Enormous Wings. Gabriel Garcia Marquez. The light was weak even at noon when Peleo was coming back to the house. It was hard for him to see what was moving and groaning in the rear of the courtyard. He had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. Frightened by the sight, Peleo ran to get Elisenda, his wife. She was putting compresses on their sick child. He took her to the rear
He took her to the rear of the courtyard. They both looked at the fallen body. The man was dressed like a rag picker. There was only a few faded hairs left on his bald skull, and very few teeth in his mouth. His pitiful condition seemed that of a drenched great grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half plucked, were entangled in the mud. They looked at him so long and so closely that Peleo and Elisenda very soon overcame their surprise. In the end, they found him familiar. Then they dared speak to him. He answered in an incomprehensible dialect with a strong sailor's voice. ഉച്ച സമയമായിരുന്നിട്ടും വെളിച്ചം ദുർബലമായിരുന്നു. പെലെയോ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ മുറ്റത്തിൻ്റെ പിൻഭാഗത്ത് നീങ്ങുന്നതും ഞെരുങ്ങുന്നതുമായി എന്താണെന്ന് കാണാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരു വൃദ്ധനാണെന്നും വളരെ പ്രായമായ ഒരാളാണെന്നും മനസ്സിലാക്കാൻ അയാൾക്ക് വളരെ അടുത്തേക്ക് പോകേണ്ടി വന്നു. ആ മനുഷ്യൻ ചെളിയിൽ മുഖം താഴ്ത്തി കിടക്കുകയായിരുന്നു. കഠിനമായ പ്രയത്നങ്ങൾ നടത്തിയിട്ടും അയാളുടെ ഭീമാകാരമായ ചിറകുകൾ തടസ്സപ്പെടുത്തിയതും കാരണം അയാൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. ഈ കാഴ്ച കണ്ട് ഭയന്ന പെലെയോ തൻ്റെ ഭാര്യ എലിസെൻഡയെ വിളിക്കാൻ ഓടി. അവൾ രോഗിയായ അവരുടെ കുട്ടിയുടെ ശരീരത്തിൽ തുണി കൊണ്ട് അമർത്തി തടവുകയായിരുന്നു. അയാൾ അവളെ മുറ്റത്തിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. വീണുകിടക്കുന്ന ശരീരത്തിലേക്ക് അവർ രണ്ടുപേരും നോക്കി. പഴംതുണികൾ പെറുക്കി വിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ആ മനുഷ്യൻ വസ്ത്രം ധരിച്ചിരുന്നത്. അയാളുടെ കഷണ്ടി തലയൊട്ടിയിൽ കുറച്ച് നരച്ച മുടിയും വായിൽ ഏതാനും പല്ലുകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളുടെ ദയനീയമായ അവസ്ഥ നനഞ്ഞു കുതിർന്ന ഒരു വല്യപ്പനെ പോലെ കാണപ്പെട്ടു. ഇത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നേക്കാവുന്ന ഏതൊരു മഹത്വത്തെയും ഇല്ലാതാക്കി. വൃത്തികെട്ടതും പാതി പറിച്ചതുമായ അയാളുടെ കൂറ്റൻ ബസാർഡ് ചിറകുകൾ ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്നു. അവർ അടുത്തു ചെന്ന് വളരെ നേരം പരിശ്രമിച്ച് അയാളെ സൂക്ഷിച്ചു നോക്കി. അങ്ങനെ പെലെയോയും എലിസെൻഡയും അവരുടെ അതിശയത്തെ അതിജീവിച്ചു. അവസാനം അവർക്ക് അവൻ പരിചിതനെ പോലെ തോന്നി. അപ്പോൾ അവർ അയാളോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. ശക്തനായ ഒരു നാവികൻ്റെ ശബ്ദത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയിൽ അയാൾ ഉത്തരം നൽകി. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. Then they called in a neighbor woman to see him. All she needed was one look to show them their mistake. He is an angel, she told them. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. On the following day, everyone knew that a flesh and blood angel was held captive in Peleo's. They concluded that he was a lonely castaway from some foreign ship wrecked by the storm. Then they called in a neighbor woman to see him. All she needed was one look to show them their mistake. He is an angel, she told them. He must have been coming for the child, but the poor fellow is so old that the rain knocked him down. On the following day, everyone knew that a flesh and blood angel was held captive in Peleo's house. Peleo watched over him all afternoon from the kitchen, armed with his bailiff's club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. A short time afterward, the child woke up without a fever and with a desire to eat. Then they felt magnanimous. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. The visitors were tossing him things to eat through the openings in the coop. It was as if he weren't a supernatural creature but a circus animal. കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്ന ഏതോ വിദേശ കപ്പലിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ ആളാണെന്ന് അയാൾ എന്ന നിഗമനത്തിൽ അവർ എത്തി. എന്നിട്ട് അവർ അയാളെ കാണാൻ അയൽക്കാരിയായ ഒരു സ്ത്രീയെ വിളിച്ചു. അവർക്ക്
തെറ്റ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒറ്റനോട്ടത്തിൽ തന്നെ അവൾക്ക് കഴിഞ്ഞു. അവൻ ഒരു മാലാഖയാണ്, അവൾ അവരോട് പറഞ്ഞു. അദ്ദേഹം കുട്ടിയെ തേടി വന്നതാവാം, പക്ഷേ പാവം വളരെ പ്രായമായതിനാൽ മഴ അദ്ദേഹത്തെ വീഴ്ത്തി. പെലോയയുടെ വീട്ടിൽ മാംസവും രക്തവുമുള്ള ഒരു മാലാഖ ബന്ദിയാക്കപ്പെട്ടതായി എല്ലാവരും അറിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം മുഴുവനും അടുക്കളയിൽ നിന്നുകൊണ്ട് കോടതി ഉത്തരവുകൾ നടപ്പാക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേതുപോലെയുള്ള ഒരു വടിയുമായി പെലേയോ അയാളെ നിരീക്ഷിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അവൻ അയാളെ ചെളിയിൽ നിന്നും വലിച്ചിറക്കി കോഴിക്കൂട്ടിൽ കോഴികൾക്കൊപ്പം പൂട്ടി. കുറച്ചു സമയത്തിന് ശേഷം പനി മാറി ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹത്തോടെ കുട്ടി ഉണർന്നു. അപ്പോൾ അവർക്ക് മനസ്കത തോന്നി. മാലാഖയെ ശുദ്ധജലവും 3 ദിവസത്തേക്കുള്ള ഭക്ഷണവുമായുള്ള ഒരു ചങ്ങാടത്തിൽ കയറ്റി അയാളുടെ വിധിക്ക് സമുദ്രത്തിൽ വിടാൻ അവർ തീരുമാനിച്ചു. എന്നാൽ പുലർക്കാലെ വെളിച്ചത്തിൽ അവർ മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അയൽവാസികളെല്ലാം കോഴിക്കൂടിന് മുന്നിൽ മാലാഖയുമായി ഉല്ലസിക്കുന്നത് കണ്ടു. കോഴിക്കൂടിൻ്റെ വിടവുകളിലൂടെ സന്ദർശകർ അയാൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കുകയായിരുന്നു. അയാൾ ഒരു അമാനുഷിക ജീവിയല്ല, ഒരു സർക്കസ് മൃഗമാണ് എന്ന പോലെയായിരുന്നു കാണപ്പെട്ടത്. The news of the captive angel spread with great rapidity. After a few hours, the courtyard had the bustle of a marketplace. The couple had to call in troops to disperse the mob. They got the idea of fencing in the yard and charging 5 cents for admission to see the angel. The curious came from far away. The most unfortunate invalids on the earth came in search of health. Peleo and Elisenda were happy with fatigue. In less than a week, they had crammed their rooms with money. Still, the line of pilgrims waiting their turn to enter reached beyond the horizon. The angel was the only one who took no part in his own act. He spent his time trying to get comfortable in his borrowed nest. At first, they tried to make him eat some mothballs, but he ate nothing but the eggplant mush. His only supernatural virtue seemed to be patience. He was quite patient when the hens pecked at him, searching for the parasites in his wings. He was patient again when the cripples pulled out his feathers to touch their limbs with. He remained patient when even the most merciful threw stones at him. After all, they were only trying to get him to rise so that they could see him standing. It so happened that during those days they arrived in the town a traveling show. The main attraction was a woman who had been changed into a spider by a burst of thunder and lightning. The admission fee to see her was less than the fee to see the angel, so the people flocked to see her. They were also permitted to ask her all manner of questions about her absurd state. തടവിലാക്കപ്പെട്ട മാലാഖയെക്കുറിച്ചുള്ള വാർത്ത വളരെ വേഗത്തിൽ പരന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മുറ്റത്ത് ഒരു ചന്തയുടെ അവസ്ഥയായിരുന്നു. അത്രയും തിരക്കു ആയിരുന്നു അവിടെ. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ദമ്പതികൾക്ക് സൈന്യത്തെ വിളിക്കേണ്ടി വന്നു. മുറ്റം വേലികെട്ടി അടച്ച മാലാഖയെ കാണാൻ 5 സെൻറ്റ്, അതായത് $1/100 പ്രവേശന ഫീസ് ഈടാക്കാൻ അവർക്ക് ആശയം തോന്നി. ജിജ്ഞാസുക്കൾ ദൂരെ നിന്നും എത്തിച്ചേർന്നു. ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യകരായ ഭിന്നശേഷിക്കാർ, രോഗികൾ ആരോഗ്യം തേടി സൗഖ്യം തേടി വന്നു. പെലോയോയെയും എലീസൻ്റെയും സന്തോഷത്താൽ തളർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അവർ തങ്ങളുടെ മുറികൾ പണം കൊണ്ട് തിക്കി നിറച്ചു. എന്നിട്ടും ഊഴം കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ നിര അതിർത്തി കവർന്ന് പോയി. മാലാഖ മാത്രമാണ് സ്വന്തം പ്രവൃത്തിയിൽ ഒരു പങ്കും വഹിക്കാതിരുന്നത്. കടം വാങ്ങിയ കൂട്ടിൽ സ്വസ്ഥമായി കഴിയാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം സമയം ചെലവഴിച്ചു. ആദ്യം അവർ അയാളെ കുറച്ച് പാറ്റാഗുളികകൾ കഴിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ വഴുതനങ്ങ കഞ്ഞിയല്ലാതെ മറ്റൊന്നും അയാൾ കഴിച്ചില്ല. അയാളുടെ ഏക അതിമാനുഷികമായ ഗുണം ക്ഷമയാണെന്ന് തോന്നി. അയാളുടെ ചിറകുകളിൽ പരാന്നഭോജികളായ തിരഞ്ഞുകൊണ്ട് കോഴികൾ കൊത്തുമ്പോൾ അയാൾ തികച്ചും ശാന്തനായിരുന്നു. വീണ്ടും ഭിന്നശേഷിക്കാർ തങ്ങളുടെ കൈകാലുകൾ സ്പർശിക്കുവാനായി അയാളുടെ തൂവലുകൾ പറിച്ചെടുത്തപ്പോഴും അയാൾ ക്ഷമിച്ചു. ഏറ്റവും അധികം കരുണയുള്ളവൻ പോലും അയാൾക്കു നേരെ കല്ലെറിഞ്ഞപ്പോഴും അയാൾ ക്ഷമയോടെയാണ് അതിനെ കണ്ടത്.
അവർ അയാളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. ആ ദിവസങ്ങളിൽ ഒരു യാത്രാ പ്രദർശനം നഗരത്തിലെ എത്താനിടയായി. ഇടിയും മിന്നലുമേറ്റ് ചിലന്തിയായി മാറിയ ഒരു സ്ത്രീയായിരുന്നു പ്രധാന ആകർഷണം. മാലാഖയെ കാണാനുള്ള ഫീസിനേക്കാൾ കുറവായിരുന്നു അവളെ കാണാനുള്ള പ്രവേശന ഫീസ്. അതിനാൽ അവളെ കാണാൻ ആളുകൾ കൂട്ടമായി ഒഴുകിയെത്തി. അവളുടെ മോശം അവസ്ഥയെക്കുറിച്ചുള്ള എല്ലാത്തരം ചോദ്യങ്ങളും അവളോട് ചോദിക്കാനും അവർക്ക് അനുവാദമുണ്ടായിരുന്നു. The owners of the house had no reason to lament. With the money they saved, they built a two-story mansion with balconies and gardens. It also had high netting so that crabs wouldn't get in during the winter, and iron bars on the windows so that angels wouldn't get in. Pelayo also set up a rabbit warren and get up his job as a bailiff for good. Elisenda brought some satin pumps with high heels and many dresses of iridescent silk. The chicken coop was the only thing that didn't receive any attention. The dung heap stench from the coop was turning the new house into an old one. At first, when the child learned to walk, they were careful that he did not get too close to the coop. But when they began to lose their fears and got used to the smell, before the child got his second teeth, he had gone inside the chicken coop to play. As the wires were falling apart, they both came down with the chicken pox at the same time. The doctor who took care of the child couldn't resist the temptation to listen to the angel's heart. He found so much whistling in the heart and so many sounds in the kidneys. What surprised him most, however, was the logic of his wings. They seemed so natural on that completely human organism. He couldn't understand why other people didn't have them too. When the child began school, the sun and rain had caused the collapse of the chicken coop. The angel went dragging himself about here and there like a stray dying man. He seemed to be in so many places at the same time. He could scarcely eat, and his eyes had also become so foggy that he went about bumping into the posts. Pelayo threw a blanket over him and let him sleep in the shed. Only then did they notice that he had a temperature at night. They became alarmed, for they thought he was going to die. And yet he not only survived his worst winter, but seemed improved with the first sunny days. He remained motionless for several days in the farthest corner of the courtyard. At the beginning of the December, some large stiff feathers began to grow on his wings. They looked like the feathers of the scarecrow. വീട്ടുടമസ്ഥർക്ക് വിലപിക്കാൻ കാരണമെന്നുണ്ടായിരുന്നില്ല. തങ്ങൾ സ്വരൂപിച്ച പണം കൊണ്ട് അവർ ബാൽക്കണികളും പൂന്തോട്ടങ്ങളുമായുള്ള ഒരു ഇരുനില മാളിക തന്നെ പണിതു. മഞ്ഞുകാലത്ത് ഞണ്ടുകൾ കടക്കാതിരിക്കാൻ ഉയർന്ന വലകളും മാലാഖമാർ കടക്കാതിരിക്കാൻ ജനാലകളിൽ ഇരുമ്പ് കമ്പികളും ഉണ്ടായിരുന്നു. പെലെയോ ഒരു മൊയിലിൻ കൂടും സ്ഥാപിച്ചു. ജയിലുദ്യോഗസ്ഥൻ്റെ ജോലി എന്നേക്കുമായി ഉപേക്ഷിച്ചു. എലിസെൻഡ ഉയർന്ന ഹീലുകളുള്ള കുറേ സാറ്റിൻ ഷൂകളും ചിത്രവർണ്ണങ്ങളുള്ള സിൽക്കിൻ്റെ നിരവധി വസ്ത്രങ്ങളും വാങ്ങി. കോഴിക്കോട് മാത്രമാണ് ആരും ശ്രദ്ധിക്കാതിരുന്നത്. കോഴിക്കൂട്ടത്തിലെ കോഴിക്കാഷ്ടത്തിൻ്റെ കൂമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധം പുതിയ വീടിനെ പഴയതാക്കി മാറ്റുകയായിരുന്നു. കുട്ടി നടക്കാൻ പഠിച്ചപ്പോൾ ആദ്യമൊക്കെ കോഴിക്കൂടിനടുത്ത് എത്താതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ ഭയം മാറി തുടങ്ങുകയും ഗന്ധം ശീലമായി തീരുകയും ചെയ്തു. കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് മുളയ്ക്കുന്നതിന് മുൻപ് കമ്പികൾ അടർന്നു വീഴുന്നതിനാൽ അവൻ കളിക്കാൻ കോഴിക്കൂടിനുള്ളിലേക്ക് പോയി. ഇരുവർക്കും ഒരേ സമയം ചിക്കൻ പോക്സ് ബാധിച്ചു. കുട്ടിയെ പരിചരിച്ച ഡോക്ടർക്ക് മാലാഖയുടെ ഹൃദയം പരിശോധിക്കാനുള്ള പ്രലോഭനത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഹൃദയത്തിൽ വളരെയധികം വിസ്ലിംഗ് ശബ്ദങ്ങളും വൃക്കകളിൽ നിരവധി ശബ്ദങ്ങളും അദ്ദേഹം കണ്ടെത്തി. എന്നിരുന്നാലും അദ്ദേഹത്തെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയിരുന്നത് അയാളുടെ ചിറകുകളുടെ യുക്തിയാണ്. പൂർണ്ണമായ ആ മനുഷ്യ ശരീരത്തിൽ അവ തികച്ചും സ്വാഭാവികമായി കാണപ്പെട്ടു. മറ്റ് ആളുകൾക്ക് അവ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കുട്ടിക്ക് സ്കൂൾ തുടങ്ങിയപ്പോഴേക്കും വെയിലും മഴയും കാരണം കോഴിക്കോട് തകരുകയായിരുന്നു. വഴിതെറ്റി മരണാസന്നനായ ഒരു മനുഷ്യനെ പോലെ മാലാഖ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിഴഞ്ഞുകയായി കാണപ്പെട്ടു.
അയാൾ ഒരേ സമയം പല ഭാഗങ്ങളിലും ഉള്ളതായി കാണപ്പെട്ടു. അയാൾ വിരളമായി മാത്രം ഭക്ഷണം കഴിച്ചു. അയാളുടെ കണ്ണുകളുടെ കാഴ്ച മങ്ങിയിരുന്നു. അതിനാൽ അയാൾ പോസ്റ്റുകളിൽ ഇടിച്ചും പെലെയോ ഒരു പുതപ്പ് അയാൾക്ക് എറിഞ്ഞുകൊടുത്ത് ഷെഡിൽ ഉറങ്ങാൻ അനുവദിച്ചു. അപ്പോൾ മാത്രമാണ് അയാൾക്ക് രാത്രിയിൽ പനിയുണ്ടെന്ന് അവർ ശ്രദ്ധിച്ചത്. അയാൾ മരിക്കാൻ പോവുകയാണെന്ന് കരുതി അവർ പരിഭ്രാന്തരായി. എന്നിട്ടും അയാൾ തൻ്റെ ഏറ്റവും കഠിനമായ ശൈത്യകാലത്തെ അതിജീവിക്കുക മാത്രമല്ല, വേനലിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ മെച്ചപ്പെട്ടതായി കാണപ്പെടുകയും ചെയ്തു. മുറ്റത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂലയിൽ കുറേ ദിവസങ്ങളായി അദ്ദേഹം അനങ്ങാതെ കിടന്നു. ഡിസംബർ ആരംഭിച്ചപ്പോൾ അയാളുടെ ചിറകുകളിൽ ചില വലിയ കട്ടിയുള്ള തൂവലുകൾ വരാൻ തുടങ്ങി. അവ ഒരു നോക്കുകുത്തിയുടെ ചിറകുകൾ പോലെ കാണപ്പെട്ടു. One morning, Elisenda was cutting some bunches of onions for lunch when a wind blew into the kitchen. Then she went to the window and found the angel in his first attempts at flight. These were so clumsy that he was at the point of knocking the shed down as he couldn't get a grip on the air. But then he did manage to gain altitude. Elisenda let out a sigh of relief for herself and for him. When she watched him pass over the last houses, he was holding himself up in some way with the risky flapping of a senile vulture. She kept watching him even when she was through cutting the onions. She kept on watching until it was no longer possible for her to see him. He was no longer an annoyance in her life, but an imaginary dot on the horizon of the sea. ഒരു ദിവസം രാവിലെ എലിസെൻഡ ഉച്ചഭക്ഷണത്തിനായി ഉള്ളിക്കുലകൾ മുറിക്കുമ്പോൾ അടുക്കളയിലേക്ക് ഒരു കാറ്റ് വീശി. അപ്പോൾ അവൾ ജനാലയ്ക്കരികിലേക്ക് ചെന്നു. അപ്പോൾ മാലാഖ പറക്കാനുള്ള തൻ്റെ ആദ്യ ശ്രമത്തിലായിരുന്നു. വായുവിൽ പറന്നുയരാൻ കഴിയാതെ ഷെഡിൽ ഇടിച്ച് അത് താഴെ വീഴുന്ന അവസ്ഥയിലായി. എന്നാൽ അതിനുശേഷം ഉയരത്തിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അവസാനത്തെ വീടുകളുടെയും മുകളിലൂടെയും അയാൾ കടന്നു പോകുന്നത് നോക്കി നിന്നപ്പോൾ എലിസെൻഡ അവൾക്കു വേണ്ടിയും അയാൾക്കു വേണ്ടിയും ആശ്വാസത്തിൻ്റെ ഒരു നെടുവീർപ്പിട്ടു. പ്രായമായ ഒരു കഴുകൻ്റെ അപകടകരമായ ചെറുകടിയോടെ ഒരു വിധത്തിൽ അയാൾ സ്വയം പിടിച്ചു നിൽക്കുകയായിരുന്നു. ഉള്ളി മുറിക്കുമ്പോഴും അവൾ അയാളെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. അയാൾ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ അവൾ നോക്കി നിന്നു. ഇനി ഒരിക്കലും അയാൾ അവളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിരുന്നില്ല. മറിച്ച് കടലിൻ്റെ ചക്രവാളത്തിൽ ഒരു സാങ്കല്പിക ബിന്ദുവായി മാറിക്കഴിഞ്ഞിരുന്നു.